പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജെറൂസലേം കൺവെൻഷൻ്റെ സമാപന ദിനത്തിൽ എത്തിച്ചേർന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറഞ്ഞവരായി ഈ വചനകൂടാരത്തിൽ നിങ്ങളെ കാണുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 1:8 നമ്മൾ പല പ്രാവശ്യവും കേട്ടിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്, ധ്യാനിച്ചിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ വചനകൂടാരത്തിൽ നിന്ന് കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണ്? നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അയൽപ്പക്കത്ത്, നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം സാക്ഷികളായിരിക്കും. ഞാൻ ഈ വചനപ്രഘോഷ സമാപനത്തിൽ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 5 ദിവസത്തെ കൺവെൻഷനിൽ നിങ്ങൾക്ക് എന്താ ലഭിച്ച്? എന്ത് ലഭിച്ചു എന്നതാണ് ചോദ്യം. എന്തെങ്കിലും കിട്ടിയോ? 5 ദിവസത്തെ സമയം കളഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ? എന്തെങ്കിലും ഉപകാരം ഉണ്ടായി എന്ന് തോന്നുന്നവർ 2 കൈ ഉയർത്തി ഒന്ന് പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. മിക്കവാറും എല്ലാവരും പ്രൈസ് ദി ലോർഡ് പറഞ്ഞു. പക്ഷെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? ആ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്താ? എല്ലാ വചനപ്രഘോഷണത്തിന്റെയും ലക്ഷ്യം ഈശോയെ ലഭിക്കല. ഈശോയെ ഹൃദയനാഥനായി, ജീവിതത്തിൻ്റെ സർവസ്വവുമായി ഈശോയെ ലഭിച്ച് ഈശോയ്ക്ക് പൂർണ്ണമായും സമർപ്പിക്കലാണ്. ഇന്ന് സഭ, സാർവത്രിക സഭ വലിയ തിരുനാൾ ആചരിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ. ഈ കൺവെൻഷൻ അവസാനിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടിയാണ്. ദൈവത്തിൻ്റെ ദാനമായി ഈശോയെ കൊടുത്തപ്പോൾ വരാനിരിക്കുന്ന രക്ഷയുടെ അമ്മയാകാൻ തിരഞ്ഞെടുത്തപ്പോൾ ആ അമ്മയ്ക്ക് പ്രത്യേകമായ വരദാനങ്ങൾ ദൈവം നൽകി. അത് ദാനമായി നൽകിയതാണ്, മറിയത്തിന് അവകാശപ്പെട്ടതല്ല. ദൈവത്തിൻ്റെ പദ്ധതിയിൽ കൊടുത്തു. അവൾക്ക് ജന്മം കൊടുത്തപ്പോൾ, യോവാക്കീമിൽ നിന്ന്, അന്നായിൽ നിന്ന് ജന്മം കൊടുത്തപ്പോൾ അവളെ ഉത്ഭവ പാപരഹിതയായി. അതിൻ്റെ കാരണം എന്തുകൊണ്ട്? റീസൺ ചോദിച്ചാൽ, വിശ്വാസ ജീവിതത്തിൻ്റെ റീസൺ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താ? ദൈവത്തിൻ്റെ പദ്ധതി, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ഡേവിസ് അച്ഛൻ എന്തുകൊണ്ട് അച്ഛനായി വചനപ്രഘോഷനായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താ? ഞാൻ എന്തുകൊണ്ട് വൈദികനായി മെത്രാനായി എന്ന് ചോദിച്ച ഉത്തരം എന്താ? അതെൻ്റെ അവകാശമൊന്നുമല്ല, അതെൻ്റെ കഴിവുകൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇതാ കർത്താവിൻ്റെ ദാസനും ദാസി എന്ന് പറഞ്ഞത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യമാണ്, ഈ 5 ദിവസത്തിൽ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 1:6 ഇപ്രകാരം വായിക്കുന്നുണ്ട്: എൻ്റെ കൈവപ്പ് വഴി നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ ഉജ്ജ്വലിപ്പിക്കാനാണ് പറഞ്ഞത്. ഈ കൺവെൻഷന്റെ ലക്ഷ്യം ഈശോയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉജ്ജ്വലനം ഉറപ്പ്. അങ്ങനെ ഈ കൺവെൻഷൻ വഴി ദൈവകൃപ, പരിശുദ്ധ കന്യകാമറിയത്തെ വിളിച്ചത് എന്താണ്? ഗബ്രിയേൽ ദൂതൻ ദൈവകൃപ നിറഞ്ഞവള്. നമുക്ക് എല്ലാവർക്കും ദൈവകൃപ ലഭിച്ചവരാണ്. ആ ദൈവകൃപ ഉജ്ജ്വലിപ്പിക്കാൻ ഈ കൺവെൻഷൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പ്രൈസ് ദി ലോർഡ് പറഞ്ഞു കേൾക്കട്ടെ. വീണ്ടും ചോദിക്കുക, ഈശോയെ കിട്ടിയ? പരിശുദ്ധാത്മാവിനെ കിട്ടിയ? പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിന് കിട്ടിയത് എങ്ങനെയാ? ഈശോയെ കിട്ടിയത് എങ്ങനെയാ? അത് എപ്പോഴാണ് കിട്ടിയത്? എങ്ങനെയാണ് കിട്ടിയത്? ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഇന്ന് സഭ വായിക്കാൻ ഈശോയുടെ ജനനത്തെക്കുറിച്ച് അറിയിപ്പാണ് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൽ നൽകിയിട്ടുള്ളത്. അതിൽ ഗബ്രിയേൽ ദൂതൻ വന്ന്
ദൈവത്തിൻ്റെ വചനം കൊടുത്തു. പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ, ഈശോയെ കിട്ടാനുള്ള ആദ്യത്തെ മാർഗം കർത്താവിൻ്റെ വചനം ശ്രവിക്കലാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയെ കിട്ടാനുള്ള മാർഗം ഏതായിരുന്നു? ഗബ്രിയേൽ ദൂതൻ. ഇന്ന് ഇവിടേക്ക് ഗബ്രിയേൽ ദൂതൻ ഡേവിസ് അച്ഛൻ്റെ രൂപത്തിലാണ്, ജോ അച്ഛൻ്റെ രൂപത്തിലാണ്, ഇപ്പൊ കുറച്ച് നേരത്തേക്ക് എൻ്റെ രൂപത്തിലാണ്, വചന പ്രഘോഷകരുടെ രൂപത്തിലാ. ഈ ഇരിക്കുന്ന നല്ല ഗബ്രിയേലാ. വചനം ശ്രവിക്കണം. യോഹന്നാൻ 6:61 പറയുന്ന പോലെ ആത്മാവും ജീവനുമായ ദൈവത്തിന്റെ വചനം ശ്രവിക്കണം. യോഹന്നാൻ സുവിശേഷത്തിൽ 14:23 പറയുന്നത് എന്താ? നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയാണ്. നിങ്ങൾ എൻ്റെ വചനം ശ്രവിക്കും. ഒന്നാമത്തെ മാർഗം ശ്രവിക്കലാണ്. അതിവിടെ നന്നായി നടന്നു അല്ലേ? ശ്രവിച്ചാൽ മാത്രം മതിയോ? ഒരു ചെവിക്കോട് കേട്ട് മറ്റു ചെവിക്കോട് വിട്ടാൽ മതിയോ? ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 19:51 2:19-51 അതെന്താണെന്നറിയോ? മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് 51 അത് തന്നെയാ. വചനം കേട്ടവർ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഈശോയെ കിട്ടണമെങ്കിൽ ഈ ഹൃദയം ഒരു ചെവിക്കോടെ കേട്ട് മറ്റേ ചെവിക്കോടെ വീട്ടിലല്ല, 2 ചെവിക്കോടെയും കേൾക്കണം. അത് കഴിഞ്ഞ് അവിടെ മനസ്സിലെ, ഹൃദയത്തിലെ, ബുദ്ധിയിൽ ഒരു സംഘടന ഉണ്ടാകണം. അത് കഴിഞ്ഞ് ഹൃദയത്തിലേക്ക് വരണം. ഹൃദയത്തിൽ സംഗ്രഹിക്കണം ഈശോയെ കിട്ടാൻ. ഈ 5 ദിവസത്തെ കൺവെൻഷനിൽ കിട്ടിയോ? സംഗ്രഹിച്ചോ? സംഗ്രഹിച്ചതുകൊണ്ട് മാത്രമായില്ല. ആ വചനം വെറുതെ കേട്ടതുകൊണ്ടായില്ല, സംഗ്രഹിച്ചതുകൊണ്ടായില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. എല്ലാ വചനങ്ങളുടെയും അർത്ഥം ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ ആ വചനത്തെ വിശ്വസിക്കാൻ തയ്യാറായാലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 1:45 മറിയത്തെ കുറിച്ച് പറഞ്ഞ വാക്കെന്താ? എലിസബത്ത് 1:45 കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ. ഈ വചന പ്രഘോഷത്തിൽ കർത്താവിന്റെ വചനം കേട്ടിട്ടുള്ളവര് അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ ഒന്നുകൂടി പറഞ്ഞേൻ, പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കണ്ട. അപ്പോൾ വചനം ശ്രവിച്ചാൽ മാത്രം പോരാ, സംഗ്രഹിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അത് സ്വീകരിക്കും. ലൂക്ക 1:38 ആ ഗബ്രിയേൽ പറഞ്ഞ വചനം ശ്രവിച്ചു, സംഗ്രഹിച്ചു, വിശ്വസിച്ചു, സ്വീകരിച്ചു. ലൂക്ക 1:38 എന്താ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാ? ഇതാ കർത്താവിന്റെ ദാസൻ ദാസി നിന്റെ വചനം. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ദൈവഹിതത്തിന്, ദൈവത്തിന്റെ പദ്ധതിക്ക് മുമ്പിൽ ഇതാ കർത്താവിന്റെ ദാസൻ ദാസി എന്ന് പറഞ്ഞ് കർത്താവിന്റെ വചനം സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ, ഈശോയെ ലഭിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ വചനം ശ്രവിക്കില്ല. അതിനാണ് ഈ വചന കൂടാരം, ഈ ജെറൂസലം ധ്യാന കേന്ദ്രം, വചന കൂടാരം. ഈ വചനം ശ്രവിക്കാനാണ്. ശ്രവിച്ചു കഴിഞ്ഞ് ഇവിടെ നിന്ന് വെറുതെ പോകാനല്ല, അത് സംഗ്രഹിച്ച്, അത് സ്വീകരിച്ച്, അത് വിശ്വസിച്ച് അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ്. പക്ഷേ അപ്പോഴും ഈശോയെ കിട്ടില്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നവരാണ്. ഈ പറയുന്നതുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ? ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ഈ വിശ്വാസത്തെ സംബന്ധിച്ച്, ദൈവവചനത്തെക്കുറിച്ച്, സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈ വീട്ടിൽ കുടുംബത്തെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള സംശയം ഇല്ലാത്തവർ, ഒരിക്കലും സംശയങ്ങൾ ഉണ്ടാകാത്തവർ ഒന്ന് കൈവന്തിക്കാമോ? ഞാൻ കൈ താത്തിയിട്ടു. സംശയങ്ങൾ ഇടയ്ക്കിടയ്ക്കുണ്ട്.
പട്ടം കിട്ടാൻ പോകുന്ന ഡീക്കന്മാർക്ക് ദൈവവിളിയെ കുറിച്ച് എപ്പോഴെങ്കിലും സംശയങ്ങൾ ഇല്ലാതിരുന്നുണ്ടോ? പരിശുദ്ധ കന്യകാമറിയത്തിന് സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താ? ഇതൊക്കെ ഉണ്ടാവും. മറിയം ചോദിച്ച സംശയത്തിൽ ചോദിച്ച ചോദ്യം എങ്ങനെയാ? ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയില്ല. അപ്പോൾ ഈശോയെ എങ്ങനെ കിട്ടും? നീ എങ്ങനെ ഗർഭം ധരിക്കും? നീ ഒരു ദൈവത്തിന്റെ പുത്രൻ, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കും, ദൈവപുത്രൻ എന്ന് വിളിക്കും. അത്യുന്നതന്റെ അവൻ ദാവീദിന്റെ സിംഹാസനം രാജാവാകും, ദാവീദിന്റെ സിംഹാസനം അവകാശമാക്കുന്ന ഒരു പുത്രനെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ സംശയിക്കും? സംശയിച്ചപ്പോൾ മറിയം പറഞ്ഞ ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞ ഉത്തരമാണ് ഈ കൺവെൻഷനിൽ ഇവിടെ നടന്നത്. ലൂക്കായുടെ സുവിശേഷം 1:35 പറഞ്ഞത് എന്താ? ഈശോയെ കിട്ടണമെങ്കിൽ യോഹന്നാൻ 1:14 വായിക്കുന്ന പോലെ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിക്കണമെങ്കിൽ ഞങ്ങൾ വന്ന്, യോഹന്നാൻ 14:23 പറഞ്ഞ പോലെ ഞങ്ങൾ വന്ന് വാസമുറപ്പിക്കണമെങ്കിൽ, ഇന്ന് സുവിശേഷത്തിൽ ലേഖനത്തിൽ, ഇന്ന് കുർബാനയ്ക്ക് ലേഖനത്തിൽ നമ്മൾ കുർബാനയ്ക്ക് വായിച്ചുകൊണ്ട് 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് പറയണമെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയെ കിട്ടണമെങ്കിൽ എന്താ പറഞ്ഞു? ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് വരണം. ഈ കൺവെൻഷനിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടണം. മാമോദിസായിൽ കിട്ടിയതാണ്, തൈലാഭിഷേകത്തിൽ സൈലാപനത്തിൽ കിട്ടിയതാണ്. ഓരോ പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്, ഓരോ കൂദാശകളിലും പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തമായി ഉജ്ജ്വലിപ്പിക്കപ്പെടുന്ന സമയമാണ് ഈ കൺവെൻഷൻ. ആ പരിശുദ്ധാത്മാവിന് കിട്ടിക്കഴിഞ്ഞാൽ വരങ്ങളും ദാനങ്ങളും, ഞാൻ നിങ്ങൾ വരുമ്പോൾ ഗലാത്യ 5:22-23 അച്ഛൻ വായിക്കുന്നത് കേട്ടത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച്, ഫലങ്ങളെക്കുറിച്ച്. ഐസയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 11-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വിശദമായി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് കൃത്യമായി വിവരിക്കുന്നുണ്ട്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് 6-7 വാക്യങ്ങളിലും തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും കൃപകളൊക്കെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നമുക്ക് കിട്ടിയോ? പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും കൃപകളൊക്കെ നമുക്ക് കിട്ടിയോ? ഫലങ്ങളുണ്ടോ? ആ പരിശുദ്ധാത്മാവിന് കിട്ടിക്കഴിഞ്ഞാൽ ശക്തി പ്രാപിക്കുമെന്ന അസന്നിഗ്ധമായ ഭാഷയിലാണ് അവർ പോയത്. യേശുവിൻ്റെ ജീവിതം തന്നെ എങ്ങനെയാ? ലൂക്കായുടെ സുവിശേഷം 3:21 വായിക്കാമോ? എപ്പോഴാ യേശുവിന് ഈ അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം പരസ്യമായി പ്രകടിപ്പിച്ചത്? ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ. അപ്പോൾ യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് അന്ന് വന്നത് സ്നാനത്തിന് പ്രാവിന്റെ രൂപത്തിലാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു വന്നതിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടായി. എങ്ങനെയാ? യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗബ്രിയേൽ ദൂതന് വചനം കിട്ടിയത്? പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ ദൂതൻ വചനം കൊടുത്ത എപ്പോഴാ? യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, മറിയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ വചനം എങ്ങനെ കേൾക്കണം? പ്രാർത്ഥിച്ചുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. അല്ലേ? ഈ കൺവെൻഷനിൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെയല്ലേ? പ്രാർത്ഥിച്ചല്ലേ നിങ്ങൾ വചനം ശ്രവിച്ചേ? അങ്ങനെ വന്നപ്പോൾ ഐസയ്യാ 61:1-2 ഉദ്ധരിച്ചുകൊണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ 4:18 നമ്മൾ കർത്താവ് വചനം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ഇവിടുന്ന് കഴിഞ്ഞു പോകുകയല്ലേ? അപ്പോൾ യേശുവിന് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തുവോ അത് തന്നെ പരിശുദ്ധാത്മാവിന് സ്വീകരിച്ച് യേശുവിനെ കിട്ടിയവര് ഇതും കൊണ്ടുപോകാൻ പോവുക. ലൂക്ക 4:18 എന്താ? കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് യേശുവിനെ പോലെ നമ്മുടെ മേലുണ്ടെന്ന് ഉറപ്പുള്ളവർ ഒന്നുകൂടി പ്രൈസ് ദി ലോർഡ് പറഞ്ഞാൽ കേൾക്കട്ടെ. എന്താ ഇത് കഴിഞ്ഞപ്പോ എങ്ങനെയാ പോണേ? ലോകത്തിന്റെ അതിർത്തിയുള്ള ഒരു സാക്ഷ്യം വഹിക്കുന്നത് എങ്ങനെയാ? ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ. ഒരു നിവൃത്തിയിൽ ഇതില്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ല. പിന്നെ ബന്ധിതർക്ക് മോചനവും
അന്ധർക്ക് കാഴ്ചയും അപ്പോൾ മറ്റുള്ളവർക്ക്, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം, നല്ല ഇടയനെ പോലെ ദൈവജനത്തെ മുഴുവൻ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഈശോയാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിറയപ്പെടണം. അപ്പോഴാണ് വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:14 വായിക്കുന്ന എങ്ങനെ, ഇവിടുന്ന് നിങ്ങൾ എങ്ങനെ പോണേ? റോമ 8:14, ഇവിടുന്ന് എങ്ങനെ നിങ്ങളിത് കഴിഞ്ഞിട്ട് പോകണമെന്ന് ഞാൻ ചോദിക്കുന്നത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവമക്കളായിട്ട് ഇവിടുന്ന് പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദ്യം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര്. പക്ഷെ ആ ദൈവാത്മാവിനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? 1 സാമുവേൽ 16:14 ഒന്ന് വായിച്ചേൻ. 1 സാമുവേൽ 16:14. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. പേടിപ്പെടുത്തുന്ന വാചകമാണ്. കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. പകരം എന്ത് കിട്ടി? ദുരാത്മാവ് അവനിൽ പ്രവേശിച്ചു. ഇത് സാവൂളിന്റെ സ്ഥിതി. സാംസന്റെ സ്ഥിതിയോ? ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് ശക്തി ഉണ്ടായിരുന്ന മുടി മുറിക്കാൻ പറഞ്ഞു, ഇല്ലേ? അവനിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് വിട്ടുപോയി. ഒരു മുന്നറിയിപ്പാണ്. ഈ കൺവെൻഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ദൈവാത്മാവിനെ കിട്ടിയിട്ടുണ്ട്, ദൈവിക ചൈതന്യം കിട്ടിയിട്ടുണ്ട്, ദൈവകൃപ കിട്ടിയിട്ടുണ്ട്, ഈശോയെ കിട്ടിയിട്ടുണ്ട്, ഈശോയുടെ ആത്മാവിനെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്, ഈശോയുടെ ആത്മാവും നഷ്ടപ്പെടാനായിട്ട് ഇടവരുത്തരുത് എന്നുള്ളൊരു അപേക്ഷയാണ് നമുക്കുള്ളത്. യൂദാസിന് ഈശോയെ നഷ്ടപ്പെട്ടത് എങ്ങനെയാ? പത്രോസിന് ഈശോയെ നഷ്ടപ്പെട്ടൊരു സാഹചര്യം വന്നപ്പോൾ പശ്ചാത്തപിച്ച് തിരിച്ചു കിട്ടിയതും നേതാവാക്കപ്പെട്ടതും എങ്ങനെയാ? പ്രലോഭനങ്ങളുടെ സാഹചര്യങ്ങളാണ്. വിശ്വാസത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളുടെ അവസരമാണ്. ഇന്ന് ഏറ്റവും അധികം അവഹേളിക്കപ്പെടുന്നത് ക്രൈസ്തവ വിശ്വാസത്തെയാണ്. ക്രൈസ്തവ പൗരോഹിത്യത്തെ, സന്യാസത്തെ, ക്രൈസ്തവ വിശ്വാസത്തെ, ക്രൈസ്തവ ജീവിതത്തെയാണ്. സോഷ്യൽ മീഡിയ ഇന്ന് യുവജനങ്ങളെ മുഴുവൻ പലതരത്തിൽ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് അകറ്റുകയാണ്. ഇവിടെയാണ് നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം. പേടിച്ചരണ്ടുപോയ കർത്താവ് വളരെ മുൻകൂട്ടി പല പ്രാവശ്യം പ്രവചിച്ചു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായം, യോഹന്നാൻ 14, അതിൽ 16, 18, 26 3 വാക്യങ്ങൾ. യോഹന്നാൻ 14, 16, 28, 26, 14-ാം അധ്യായം 16, 18 ഒന്ന് വായിച്ചു. 16ഉം 18ഉം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായനെ അവിടുന്ന് നിങ്ങൾക്ക് തരിക. അതുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചാൽ ഈശോ സഹായകനെ അയക്കും. ഈ സഹായകൻ പോകില്ല, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പിതാവിനോട്. 18ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല, ഈശോ ഉറപ്പ് പറഞ്ഞു. 26ാമത്തെ വാക്യം, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ കൺവെൻഷനിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അകന്നു പോകാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ വചനം ഉപേക്ഷിക്കരുത്. പരിശുദ്ധാത്മാവിന് ലഭിക്കുന്ന കൂതാശകൾ നമ്മൾ ഉപേക്ഷിക്കരുത്.
സഭയുടെ കൂട്ടായ്മ, 2 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയുണ്ടായി ഞാനുണ്ടെങ്കിൽ ആ സഭയുടെ കൂട്ടായ്മ, കുടുംബത്തിൻ്റെ കൂട്ടായ്മ, ഇടവകയുടെ കൂട്ടായ്മ, സഭയുടെ കൂട്ടായ്മ, അത് നമ്മൾ ഉപേക്ഷിക്കരുത്. ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ ഈശോയുടെ സ്നേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തികൾ നമ്മൾ ഉപേക്ഷിക്കരുത്. ഇതെല്ലാം ചെയ്താൽ പരിശുദ്ധാത്മാവ് നമ്മെ ഉപേക്ഷിച്ചു പോകും, ദുരാത്മാവ് നമ്മിൽ പ്രവേശിക്കും. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തില് 6, 7, 8 6-ാമത്തെ വാക്യം മുതൽ യോഹന്നാൻ 16 പിന്നെ 13. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതം. ഞാൻ ഇങ്ങനെ ഇച്ചിരി വാണിംഗ് തന്നുകൊണ്ട് ദുഃഖപൂരിതമാകണ്ട കേട്ടോ. പിന്നെ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കും. അത് കഴിഞ്ഞ് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ പറഞ്ഞു 13-ാമത്തെ വാക്യമോ, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് അയക്കും. ഭയപ്പെടേണ്ട. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുക. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 3-ാം അധ്യായം 6 മുതൽ 8 വരെ, കൊരിന്ത്യ 2 6 മുതൽ 8 വരെ, കൊരിന്ത്യ 2 6 മുതൽ 8 വരെ ഒന്ന് വായിക്കും. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 6 മുതൽ 8 വരെ. അവിടുന്ന് ഞങ്ങളോട് എഴുതപ്പെട്ടത് നിയമത്താലല്ല, ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു. അപ്പൊ ഇതുകൊണ്ട് നിങ്ങളെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ ആത്മാവ് നിയോഗിക്കുകയാണ്. എന്നിട്ട് എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. നിങ്ങളെ ജീവിപ്പിക്കുന്നത്, നമുക്ക് ശക്തി പകരുന്നത് പരിശുദ്ധാത്മാവാണ്. അടുത്ത വാചകം, കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം, കൽപ്പലകയിലെ മരണത്തിന്റെ ലോകത്തിന്റെ നിയമമൊന്നുമല്ല, മറിച്ച് തേജസ്സിലാണ് നൽകപ്പെട്ടത്. ഈ തേജസ്, ഉണർവ്, മഹത്വം. അത് കഴിഞ്ഞിട്ടൊരു വാചകമുണ്ട്, 8-ാമത്തെ വാക്യം. അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചേൻ. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരിക്കും. ഇവിടെ നടന്നത് വചനപ്രഘോഷണത്തിലൂടെ, കൂദാശ ജീവിതത്തിലൂടെ നമ്മൾ ഈ കൺവെൻഷനിൽ 5 ദിവസം നടത്തിയത് എന്താ? ആത്മാവിന്റെ ശുശ്രൂഷ. ആ ആത്മാവിന്റെ ശുശ്രൂഷ എങ്ങനെയുള്ളതാന്ന് പറഞ്ഞ്, തേജസ്സുറ്റത്, മഹത്വമുള്ളത്. അങ്ങനെ ഈ തേജസ്സുള്ള ആത്മാവിന്റെ ശുശ്രൂഷയുടെ അനുഭവമുണ്ടെങ്കിൽ, അതാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് എന്താ കിട്ടിയെന്ന്? ഈശോയെ കിട്ടണം, പരിശുദ്ധാത്മാവിനെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് കൂടി പറഞ്ഞ് ഞാൻ നിർത്തുക. പരിശുദ്ധാത്മാവിനെ കിട്ടാൻ പരിശുദ്ധ അമ്മ എന്ത് ചെയ്തു? വചനം ശ്രവിച്ചു, സംഗ്രഹിച്ചു, സ്വീകരിച്ചു, വിശ്വസിച്ചു. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടായി പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം കിട്ടിയാൽ പോരാ, ആദിമ ക്രിസ്ത്യാനികൾക്കും കിട്ടണം. അതിനുവേണ്ടി പരിശുദ്ധ അമ്മ എന്ത് ചെയ്തു? അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വാക്യത്തിൽ പേടിച്ചു പോയ യേശു മരിച്ചു എന്ന് കണ്ടപ്പോൾ ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പേടിയില്ല, പേടിച്ചരണ്ട്. ഒരു കൂട്ടര് വാതിലുകൾ അടച്ചിരുന്നു. വേറെ ശിഷ്യന്മാർ തൻ്റെ സ്വന്തം പണിക്ക് ഞാൻ മീൻ പിടിക്കാൻ പോകാണെന്ന് പറഞ്ഞു പോയി. അങ്ങനെയൊക്കെ പോയപ്പോൾ യേശു അവരെ അന്വേഷിച്ച് തിരിച്ചൊക്കെ ചെന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ എന്ത് ചെയ്തു? അവരെല്ലാവരെയും വിളിച്ചു കൂട്ടി. ഇടുവാ ഈ വചന കൂടാരത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ രൂപം ഇവിടെയല്ല. ഇപ്പൊ ചെയ്തത് എന്താണെന്നറിയുമോ? ഈ കൺവെൻഷനിലേക്ക് എല്ലാവരെയും വിളിച്ചു കൂട്ടി. പേടിക്കണ്ട. എന്നിട്ട് 1:14 എന്താ ചെയ്തേ? ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും കൂടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ അടുത്ത വാചകങ്ങൾ, പ്രത്യേകിച്ച് 2-ാമത്തെ അധ്യായത്തിൽ എത്തിച്ചേർന്നപ്പോൾ 4-ാമത്തെ വാക്യം എന്താണ്? അത് കഴിഞ്ഞ് അതിന്റെ തുടർച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുണ്ടായി? അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. പരിശുദ്ധ അമ്മയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവ് വന്നപ്പോഴെപ്പോഴ ആ പരിശുദ്ധ അമ്മയിലേക്ക് ഗബ്രിയേൽ പറഞ്ഞ അധികം താമസിയാതെ പരിശുദ്ധാത്മാവ് വന്നു. ശിഷ്യന്മാർക്ക് യേശു 12 പേർക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 21-22 വാക്യങ്ങൾ അവരുടെ മേൽ നിശ്വസിച്ച്
എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ അയക്കാൻ പറഞ്ഞു അവരെ പ്രത്യേകിച്ച് അവരെ പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ചു. പക്ഷേ എല്ലാവർക്കും, ഈ വചനകൂടാരത്തിലുള്ള എല്ലാവർക്കും പരിശുദ്ധാത്മാവിന് കിട്ടിയത് എങ്ങനെയാണ്? പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനാൽ നിറയണമെങ്കിൽ എല്ലാവരും കൈകളൊന്ന് യാചനാരൂപത്തിൽ പിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഗാനം, അത് കഴിയുമ്പോൾ ഒരു ആശീർവാദവും തരും. പരിശുദ്ധാത്മാവിൻ്റെ ഗാനം തരണമേ എന്നുള്ള പരിശുദ്ധാത്മാവിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗാനം എല്ലാവർക്കും കൂടി ഉറക്കെ നമുക്ക് ഈ ആഗ്രഹത്തോടെ